ഇവർ പന്തലിടും, ഇവർ ഘോഷയാത്ര നടത്തും, ഇവർ തിരുവാതിര നടത്തും. സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട്. അയ്യോ പൂരം കണ്ടില്ലേ, ആനയെ കണ്ടില്ലേ, മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക്. മറ്റേത് വലതുപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ രീതി? നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങളത് ചർച്ച ചെയ്യേണ്ട വിഷയം അതാ. കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ? പോയി തരത്തി പോയി കളിക്കണം. നടത്താതിരിക്കുന്ന നല്ല ക്രമസമാധാനം തന്നെ തകരും. ഞങ്ങളിപ്പോ ഒരു ഭരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാ. അടിപൊളി. കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. 85 സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുകയാണ്, സാർ സമ്മേളനം നടത്താൻ അറിയാമോ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ? ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും. വലിയ ആഡംബരമൊന്നുമില്ല. ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ. ഇവർ പന്തലിടും, ഇവർ ഘോഷയാത്ര നടത്തും, ഇവർ തിരുവാതിര നടത്തും, ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തും. ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ എം വിൻസെന്റ് പറഞ്ഞു, മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന്. അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്ന് പറഞ്ഞ ദാ ഞങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റ വരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയത് സാർ. സാർ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലുമില്ല ഈ മന്ത്രിസഭ. എന്നെ പ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ. രാജ്യത്തെ പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയ നവോത്ഥാനം നിങ്ങൾ ഇരിക്കൂ. നീ ഒന്നും പണയണ്ട.